നമുക്ക് ഒരു അതിഥി കൂടി ചേരുന്നുണ്ട്. ഡോക്ടർ എൻ അജിത് കുമാറാണ്, സാമ്പത്തിക വിദഗ്ധനാണ് അദ്ദേഹം. ശ്രീ ഡോക്ടർ അജിത് കുമാർ, സ്വാഗതം മാതൃഭൂമി ന്യൂസിലേക്ക്. സ്വർണ്ണവില 1,00,000 കടക്കുമ്പോൾ ഈ സാമ്പത്തിക മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുക? ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നെ സംബന്ധിച്ചോളം ഈ ഡിമാൻഡ് സപ്ലൈ മിസ്മാച്ച് ആഗോളതലത്തിലും ഇന്ത്യ തലത്തിലും. അതാണ് ആദ്യത്തെ കാരണമായിട്ട് ഞാൻ കാണുന്നത്. ഞാൻ കണക്കുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇപ്പൊ 2-3 ദിവസമായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴാണ് 1,00,000 തൊടുക എന്ന് കൃത്യമായിട്ട് സാമ്പത്തിക വിദ്യാർത്ഥികളായ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. കഴിഞ്ഞ വർഷം 24-25 ഞാൻ ഇന്ത്യയുടെ കാര്യം മാത്രം പറയാണ്, നമ്മൾ 748 ടൺ സ്വർണമാണ് ഇറക്കുമതി ചെയ്തത്. നാം ആഭ്യന്തര ഉത്പാദനം എത്രയായിരുന്നു അറിയോ? 15 ടൺ. പിന്നെ വില കൂടാതിരിക്കുമോ? ഇത്രയും വില വർദ്ധിക്കുന്ന സമയത്ത് ഈ ഡിസംബർ 25 വരെയുള്ള നമുക്ക് കണക്കെടുത്ത് നോക്കിയാൽ 25 ആയിട്ടില്ല. ഇപ്പൊ തന്നെ 575 ടൺ ഉപഭോഗം ഇന്ത്യയിൽ നടന്നു കഴിഞ്ഞു. അതിൽ 550 മുതൽ 560 ടൺ വരെ നാം ഇറക്കുമതി ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഇറക്കുമതി ചെയ്യുന്നു. ഇറക്കുമതി തിരുവയിൽ യാതൊരു വ്യത്യാസവുമില്ല. കഷ്ടകാലത്തിന് ഡോളറുമായിട്ടുള്ള നാം താരതമ്യപ്പെടുത്തുന്നു. ഇന്ത്യൻ രൂപയുടെ മൂല്യശോഷണം ഇന്ന് 4 മണിക്ക് കാലത്ത് 4 AM 89 രൂപ 63 പൈസയിലാണ് ഇന്ത്യൻ രൂപ ഡോളറുമായിട്ടുള്ള വിനിമയ നിരക്ക്. അപ്പൊ വിനിമയ നിരക്കും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സ്വർണത്തിന്റെ വില വർദ്ധിച്ചില്ലെങ്കിൽ എന്താണ് അത്ഭുതം? മാത്രമല്ല, ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, കേന്ദ്ര ബാങ്കുകൾ സ്വർണം ഇങ്ങനെ വാരി കൂട്ടുകയാണ്. ഞാൻ ഏറ്റവും അവസാനത്തെ കണക്ക് പ്രകാരം ഇന്ത്യയുടെ നമ്മുടെ RBI തന്നെ അതിന്റെ കയ്യിലുള്ള സ്വർണത്തിന്റെ ആകെയുള്ള തോത് 880 ടണ്ണാണ്. അപ്പം ഇങ്ങനെ സ്വർണത്തിന്റെ വാങ്ങിക്കൂട്ടൽ ഈ റിസർവ് ബാങ്കുകൾ അല്ലെങ്കിൽ കേന്ദ്ര ബാങ്കുകൾ നടത്തിയാൽ വീണ്ടും ഒരു ഡിമാൻഡ് സപ്ലൈ മിസ്മാച്ച് ആണ്. ഡിമാൻഡ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, അതിനനുസരിച്ച് സപ്ലൈ വർദ്ധിക്കുന്നില്ല. സപ്ലൈ വ്യത്യാസം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ വിപണിയിൽ സ്വർണത്തിന് വില കുറയാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യുമോ ഇനി ഭാവിയിൽ? ഇന്ത്യയെ സംബന്ധിച്ചോളം ഞാൻ കൃത്യമായിട്ട് പറയാം, ബനസ്വാര എന്ന രാജസ്ഥാനിലെ ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് ഗോൾഡ് പ്രോസ്പെക്ടിങ് നടത്തിയിട്ടുണ്ട്. അവിടെ നല്ലൊരു ഗോൾഡ് മൈൻ ഉണ്ടെന്നും അത് ശരിക്കും ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് ഇന്ത്യയുടെ ഒരു ആഭ്യന്തര ആവശ്യങ്ങൾക്കുള്ള സ്വർണം ലഭിക്കുമെന്നും ഒരു റിപ്പോർട്ട് ഞാൻ ഇപ്പോഴല്ല, ഏകദേശം ഒരു 2-2.5 വർഷം മുമ്പ് കേട്ടതാണ്. എന്നാൽ ഈ 2.5 വർഷം നമ്മുടെ നയം നോക്കിയാൽ അതിന്റെ ഭാഗത്ത് യാതൊരു വിധ എഫേർട്സും ഇല്ല. ആകെ ബോംബെ ഹൈലിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന കുറച്ച് സ്വർണം, ആസാമിൽ നിന്ന് കിട്ടുന്ന സ്വർണം, കുറച്ച് കർണാടകയിൽ നിന്ന് കിട്ടുന്ന സ്വർണം അല്ലാതെ സ്വർണ്ണ ഉൽപാദനത്തിന് വേണ്ടി എന്തുകൊണ്ട് ഇന്ത്യ സർക്കാർ ഒരു ചെറിയൊരു നയം രൂപീകരിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിലും അവിടെയും ഗോൾഡ് പ്രോസ്പെക്ടിങ് നടന്നിട്ടുണ്ട്, അവിടെയും ഗോൾഡിന് പ്രോസ്പെക്ട്സ് ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള കണക്കുകളും അറിവുകളും ഉണ്ട്. ഇവ രണ്ടും കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ, ഞാൻ പറയുന്നില്ല നമ്മൾ മുഴുവൻ ഉപഭോഗം ഉപയോഗിക്കാൻ പറ്റുമെന്ന്, അറ്റ്ലീസ്റ്റ് 100-200 ടണ്ണിലേക്ക് എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നാണ് അവിടുത്തെ പ്രോസ്പെക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഇതൊരു പരിധിവരെ മറികടക്കാനുമാകും. ഡോക്ടർ എൻ അജിത് കുമാറാണ് സാമ്പത്തിക വിദഗ്ധൻ. വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. വളരെ നന്ദി ശ്രീ അജിത് കുമാർ, വിവരങ്ങൾ പങ്കുവച്ചതിന്.